ഐ എം ഓൾസോ ഹ്യൂമൻ ജസ്റ്റ് ലൈക്ക് ഓൾ ഓഫ് യു. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഹായ് ഗൈസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ എനിക്കൊരു ക്ഷമാപണത്തിലൂടെ തുടങ്ങാനാണ് ഇഷ്ടം. ഐ എം റിയലി സോറി. കാരണം എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതില്ലാത്ത ഒരു കാര്യം മലയാളികൾക്ക് ബുദ്ധിയുണ്ട് എന്നായിരുന്നു. സോ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഒരു കമൻറ്റ് ഇട്ടു. ആ കമൻറ്റ് ഞാൻ വായിക്കാം. മലയാളികൾക്കാണ് ബുദ്ധിയുള്ളത്, നോർത്തിലുള്ളവർക്ക് ബുദ്ധിയില്ലേ? BJP വോട്ട് ചെയ്യുന്നവർക്ക് ബുദ്ധിയില്ല, എന്നിട്ടും അവരുടെ വോട്ട് ബേസ് കൂടുന്നു. അവർ കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഭരണം പിടിക്കുന്നു, ലെഫ്റ്റ് ഒന്നുമില്ലാതാകുന്നു. കോൺഗ്രസ് പടവലങ്ങ പോലെ താഴോട്ട് പോകുന്നു. 40% ജനങ്ങൾ NDAക്ക് വോട്ട് ചെയ്തത് മണ്ടന്മാർ, നീ മാത്രം ബുദ്ധിമാൻ. ബുദ്ധിമാൻ എന്നാണ് ഇട്ടേക്കുന്നത്. പുള്ളി സർക്കാസ്റ്റിക്കലി ബുദ്ധിമാൻ എന്ന് ഉദ്ദേശിച്ചതാണോ അതോ ബുദ്ധിമാൻ എന്ന് അടിച്ചു കഴിഞ്ഞപ്പോൾ മലയാളത്തിലായതുകൊണ്ട് മാറിപ്പോയതാണോ എന്നറിയത്തില്ല. എന്തായാലും പുള്ളിയോട് ഞാൻ പറയുകയാണ്, ഞാൻ അങ്ങനെ പറയരുതായിരുന്നു. പുള്ളി മലയാളത്തിൽ അടിച്ചത് കൊണ്ട് തന്നെ പുള്ളി ഒരു മലയാളിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൈ മിസ്റ്റേക്ക്. ബട്ട് അതിൻ്റെ മിസ്റ്റേക്ക് ആണോ? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ BJPക്കാർക്ക് ബുദ്ധിയില്ലാന്ന്. പുള്ളി മലയാളിയാണെങ്കിൽ പുള്ളി ഒരു BJPക്കാരൻ ആയിരിക്കണമല്ലോ. സോ ഞാൻ തെറ്റാണോ പറഞ്ഞത്? എന്തായാലും ബാക്കി സോനം വാങ്ചുങ് 2007 ചൈനയിൽ നിന്ന് ഫണ്ട് പറ്റുന്നു എന്ന് പറഞ്ഞത് കോൺഗ്രസ്സുകാരാണ്, അല്ലാതെ BJP അല്ല. ശരിയാണോ തെറ്റാണോ എന്ന് ഞാനിപ്പോൾ എങ്ങനെ പറയും? കാരണം എനിക്കറിയത്തില്ല. ഞാനിപ്പം നടന്നതായി അറിഞ്ഞിട്ടു. 2007 എന്താണ് നടന്നതെന്ന് എനിക്കറിയില്ല. ഐ എം സോറി. നീറ്റിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന മിനിസ്റ്റർ രാജിവെക്കണം എന്നതിന് സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അവിടെ ഇങ്ങേർക്ക് ബുദ്ധി ഉണ്ട്. വിപ്ലവത്തിന്റെ മാർഗത്തിൽ പോകാൻ ഇത് ജനാധിപത്യ രാജ്യമാണ്, അല്ലാതെ ഉട്ടോപ്യൻ സ്റ്റേറ്റ് അല്ല ബ്രദർ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സമാധാനപരമായിട്ട് അവിടെ സമരം ചെയ്തോണ്ടിരുന്നവരല്ലേ ആ പിള്ളേര്? ആ പിള്ളേരുടെ ഇടയ്ക്കോട്ട് ഈ ഡിക്റ്റേറ്റർഷിപ്പ് പോലെ ഒരു മനുഷ്യൻ അല്ലേ ഈ പോലീസുകാരെ ഇറക്കി വിട്ട് ലാത്തി കൊണ്ട് തല്ലല് പ്രശ്നം? അവര് നിരാഹാര സമരമായിട്ട് പോവല്ലായിരുന്നു. അവിടെ അക്രമാസക്തമാകാനൊന്നും ഇല്ലായിരുന്നല്ലോ. ആദ്യം തുടക്കം വിട്ടതാരാ ഇതിനെല്ലാം? അതെ, നമ്മൾ പോലീസുകാരെ തല്ലുന്ന സീനൊക്കെ കണ്ടായിരുന്നു. അതെപ്പോ? പോലീസ് തല്ലാൻ തുടങ്ങിയതിന് ശേഷം. ഡ്യൂബിയസ് ആയിട്ടുള്ള ഹിസ്റ്ററി ഉള്ള 2 പേര്, ഒരാൾ കാശ്മീർ, മറ്റേയാൾ ലഡാക്ക് വിഘടനവാദത്തെയും സപ്പോർട്ട് ചെയ്ത ചരിത്രമുള്ളവരാരായാലും 2 വട്ടം ചിന്തിക്കും. എന്തോന്ന്? ഡ്യൂബിയസ് ആയിട്ടുള്ള ഹിസ്റ്ററി ഉള്ള 2 പേര്, ഒരാൾ കാശ്മീർ, മറ്റേ ലഡാക്ക് വിഘടനവാദത്തെ സപ്പോർട്ട് ചെയ്ത ചരിത്രമുള്ളപ്പോൾ ആരായാലും 2 വട്ടം ചിന്തിക്കും. എനിക്കിത് 4 വട്ടം ചിന്തിക്കേണ്ടി വരും. എന്ത് എഴുതി വെച്ചത് എനിക്ക് മനസ്സിലാകില്ല. നീറ്റിൽ പങ്കെടുത്ത കുട്ടികളുമല്ല അവിടെ നിൽക്കുന്നതോ, അവിടെ നീറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞുള്ള മുതിർന്നവര് വരെ അവിടെ നിൽക്കുന്നുണ്ട്. ഗൈസ്, ഒരു റേപ്പ് കേസിൽ ഒരു പെൺകുട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് റേപ്പ് ചെയ്യപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ അവിടെ പോകാൻ പറ്റുള്ളൂ. ശരി, തനിക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് അല്ലെങ്കിൽ BJP വിരോധികൾക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ബുദ്ധിമാനെ എന്നും പറഞ്ഞ് 2 ചിരിക്കുന്ന സ്മൈലി. പോട്ടെ. എന്തായാലും കമന്റ് ഇട്ടതിന് നന്ദി, നിങ്ങളുടെ അഭിപ്രായം അറിയിച്ചതിന് നന്ദി. ഐ ഓൾസോ ലൈക്ക് ഇറ്റ്. എല്ലാവരും അവരവരുടെ അഭിപ്രായം പറയാൻ ഉള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്. സോ കീപ് ടെല്ലിങ് യുവർ അഭിപ്രായംസ് ഇൻ ദ കമന്റ്. അതിൻ്റെ കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സോ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ മണി ജാൻമണി ചേച്ചി ചെറുതായിട്ടൊന്ന് പെട്ടു. സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. ആ കോമഡി അല്ലേ? 3 വർഷം അമ്മ പ്രഗ്നന്റ് ഉണ്ടാവില്ലല്ലോ. പുള്ളിക്കാരി ആദ്യം ഒരു മാസ് ഇതിലോട്ട് വരുമായിരുന്നു. അതായത് പ്രൊട്ടസ്റ്റിനെല്ലാം പോയി പങ്കെടുത്ത് പിള്ളേരെ എല്ലാം കയ്യിലെടുത്ത് മറ്റു ഞാൻ ഇൻസ്റ്റാഗ്രാം റീൽസിൻ്റെ അതൊക്കെ കണ്ടു. പണ്ട് ഈ മണി ടിൻ 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 എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നവരെല്ലാം പെട്ടെന്ന് മാറി, മറ്റേ നൈസായിട്ട് പെട്ടെന്ന് അങ്ങ് മാറിയിട്ട് ജാൻമണി ചേച്ചി ഇത്ര കിടിലനായിരുന്നു, ഷീസ് എ വുമൺ, ദ പ്രിൻസസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ക്രൗൺ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കിടില സാധനമൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് കത്തി നിൽക്കുമായിരുന്നു. എന്നിട്ട് ചേച്ചിയുടെ ഒരു ഡയലോഗൊക്കെ, എന്നെ ട്രോളണം, എനിക്ക് ട്രോള് ഭയങ്കര ഇഷ്ടമാണ്, അവര് എന്നെ ട്രോളുന്നല്ല മലയാളികളല്ലേ, മലയാളികൾ ജീവനാ
അവരെന്റെ ജീവന അതുപോലത്തെ ഒരു സാധനം. അതൊക്കെ കേട്ടിങ്ങനെ മാസ് 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 എന്ന് പറഞ്ഞ് ഗ്രാഫിക് മണ്ടയിലോട്ട് പോകുമ്പോ നമ്മുടെ ചേച്ചി ഒരു തെറ്റ് പറഞ്ഞു. അത് ഇച്ചിരി 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 വലിയ തെറ്റായി പോയി. നല്ല കോമഡി ആയിട്ട് തോന്നി. അച്ഛൻ മരിച്ചുപോയി 1947. നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. ഫസ്റ്റ് അവന്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. ആ കോമഡി അല്ലേ? 3 വർഷം അമ്മ പ്രഗ്നന്റ് ഉണ്ടാവില്ലല്ലോ. കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കൂ. 3 വർഷം മുന്നേ അച്ഛൻ മരിച്ചു പോയിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് എന്റെ ജനിച്ചു പറഞ്ഞില്ലേ. പിന്നെ അമ്മക്ക് കാല് വാശിന്റെ വെള്ളം കുടിക്കണം. ഈ നാടകം കാണിക്കണം എന്റെ ആവശ്യം. ആൾക്ക് വിവരമില്ല. പുള്ളിക്കാരി പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു തെറ്റാണ്. പുള്ളിക്കാരി പറഞ്ഞു, നമ്മളുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ അച്ഛൻ 1947 മരിക്കുകയും 1950 പ്രധാനമന്ത്രി ജനിക്കുകയും ചെയ്തു. ഒരു 3 വർഷത്തെ ഗ്യാപ്പ്. 1947 മരിച്ചുപോയ മോദിയുടെ ഫാദറും 1950 ജനിച്ച മോദിയും. അപ്പോൾ ജാൻമറ്റ് ചോദിക്കുന്നത്, ഒരു 3 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ, 3 വർഷം കൊണ്ട് അമ്മ എങ്ങനെ പ്രഗ്നന്റ് ആയി മോദിനെ പ്രസവിച്ചു? അപ്പോൾ ആദ്യം നിന്റെ തന്തയിനെ പോയി കണ്ടുപിടിക്കടാ എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. വാട്ട് ദ ഹെൽ? ആദ്യം കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. എന്താണ് തള്ള പറഞ്ഞത്? അല്ല, ചേച്ചി പറഞ്ഞു. ഹായ് ഫ്രണ്ട്സ്. പിന്നെ ഇവിടെ തമ്പാക്കു ഇങ്ങനെ അടിക്കുന്ന തമ്പാക്കു ഉണ്ടല്ലേ, ഇങ്ങനെ കയറുന്ന ആ തമ്പാക്കു അടിച്ചിട്ട് ഹായ് ഫ്രണ്ട്സ്. ഓ ആഗ്രഹം. അത് കഴിഞ്ഞപ്പോ ചേച്ചി വന്നത് മാറ്റി പറഞ്ഞു. സോ എനിക്ക് സെറ്റപ്പ് പറഞ്ഞ എനിക്ക് ആരൊക്കെ ഹേർട്ട് ആക്കുന്ന വേണ്ടിയല്ല. ഞാൻ ബേസിക്കലി നമ്മളുടെ PMക്ക് ഞാൻ ശരിക്കും അത് അമ്മയുടെ വേണ്ടിയല്ല. ഞാൻ ഐ വാസ് ജസ്റ്റ് ആസ്കിങ് ഹൗ കം one person can become 3 years pregnant. That's what one question I was asking, not to the Modi ji. That was I'm asking that about this content. And that one's become like very much viral and people are very much angry. And I never thought like I want to hurt anybody because I really don't want to hurt anyone. And എനിക്ക് എന്റെ കയ്യിലേക്ക് എന്തെങ്കിലും തെറ്റപ്പെട്ടി തന്നെങ്കിൽ obviously I'm so sorry. എനിക്ക് പബ്ലിക്കലി ഞാൻ അപ്പോളജൈസ് പറയുന്നുണ്ടോ. കാരണം എനിക്ക് ചെറിയ കുട്ടി വിചാരിച്ചു നിങ്ങളെ ക്ഷമിക്കണം. കാരണം ഇതെന്റെ മേലിലേക്ക് എനിക്ക് പറയാനൊന്നുമില്ല. ചേച്ചിനെ ആരോ പറഞ്ഞു പറ്റിച്ചതാ. എവിടെയോ കേട്ടു അങ്ങനെയാണ് സംഭവിച്ചതെന്ന്. സോ ഞാൻ ബ്ലൈൻഡ്ലി അങ്ങ് പറഞ്ഞു. പിന്നെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടുപിടിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായതെന്ന്. എന്റെ ചേച്ചി ഉണ്ടാക്കി ഇങ്ങനെ പോയതെല്ലാം കൂടെ വെട്ടിയടിച്ച് താഴോട്ടൊരു വരവ് വരുത്തിയില്ലേ ചേച്ചി. ഓക്കെ ചേച്ചി സോറി പറഞ്ഞു. പക്ഷെ പ്രശ്നം അതല്ല, ചേച്ചിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. പ്രമുഖ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി ദാസിനെതിരെ കേസെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മാതാവിനെയും അധിക്ഷേപിച്ചുവെന്ന പരാതിയിലാണ് നടപടി. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസാണ് പരാതി നൽകിയത്. എന്താകും അറിയുന്നില്ല. ചേച്ചി നീ ജയിലിലിരുന്ന് മണിയടിക്കേണ്ടി വരുക ആർക്കറിയാം. പക്ഷെ അതല്ല പ്രശ്നം. വേറെ ഒരു മനുഷ്യൻ നമ്മുടെ ഈ പ്രൊട്ടസ്റ്റിനിടയ്ക്ക് നമ്മുടെ പ്രൊട്ടസ്റ്റുകാരുടെ കാര്യമായിട്ട് അങ്ങ് പറയുക, എനിക്ക് ഈ പ്രൊട്ടസ്റ്റിന്റെ ഇത് കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ ആദ്യം ഒരു കർഫ്യൂ അങ്ങ് വിളിച്ച് എല്ലാവരോടും പിരിഞ്ഞു പോകണമെന്ന് പറയും. എന്നിട്ട് അവര് കേൾക്കാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസിനെ കൊണ്ടങ്ങ് വെട്ടിലെപ്പിക്കും. ലെഫ്റ്റ് ടു മൈസെൽഫ്, എനിക്ക് ഈ സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും നിങ്ങളോട് പറയാം. ഐ വിൽ ഇമ്പോസ് കർഫ്യൂ ഇൻ ദാറ്റ് ഏരിയ. ജന്തർ ബന്തർ പരിസരത്ത് ഒരു 4 സ്ക്വയർ കിലോമീറ്ററിൽ കർഫ്യൂ ഇമ്പോസ് ചെയ്യും. ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിൽ ആവശ്യപ്പെടും. 3 തവണ ആവശ്യപ്പെടും. പിന്നെ വെടിവെക്കും. ആളുകൾ ചിതറിയോടും. കുറെ പേര് മരിക്കും, കുറെ പേര് മരിക്കില്ല, കുറെ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് ഈ രംഗം ശാന്തമാകും. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിൽ എത്തിക്കും. So many things will happen. എന്റെ പൊന്നു മനുഷ്യ, ഇയാളെയൊക്കെ മനുഷ്യന് വിളിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഈ വീഡിയോയിലായിട്ട് സോറി പറഞ്ഞത്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാളികൾക്കെല്ലാം ബുദ്ധിമുട്ടെന്ന്. ബട്ട് ഐ വാസ് റോങ്. ദൈവം ദീർഘായുസ് കൊടുക്കണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പെട്ടെന്ന് അങ്ങോട്ട് ദീർഘായുസ് കൊടുത്തങ്ങ് കേറട്ടെ. അല്ലാതെ എന്ത് പറയാനാ? ഇവരൊന്നും അങ്ങ്
ദീർഘായുസോടെ ജീവിച്ചു കഴിഞ്ഞാൽ മാത്രമേ കേരളം രക്ഷപ്പെടൂ. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ ഫൺ എന്റർടൈൻമെന്റ് പേളി ചേച്ചി പേളിമാണി പറഞ്ഞ ഇതിലോട്ടും കൂടെ പറഞ്ഞ് നമുക്ക് ഈ പരിപാടി അങ്ങ് നിർത്താം. ഒരു സ്റ്റോറി ഇട്ടു ഇൻസ്റ്റാഗ്രാമിൽ. അത് കുറച്ച് ദിവസങ്ങളായി, കുറച്ച് നാളുകളല്ല, കുറച്ച് ദിവസങ്ങളായി ഉണ്ടായിരുന്നു പോസ്റ്റ്. The past few days have been painful. They have forced all of us to pause and reflect. We have witnessed the strength, unity and determination of the young people of our country. I have heard breaking images and videos of clashes in which students and officers were hurt. That changed something in me. Oh my God, എന്താണ് ചേച്ചിയുടെ ഉള്ളിൽ മാറ്റം വരുന്നത്? All I could think was, please don't get hurt. Please stay safe. If your life is in danger, go back home. No cause is worth losing a life over. ചേച്ചി പറയുന്നത് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, വേദനയുണ്ടോ, നിങ്ങൾ എന്തിനാണ് വേദന സഹിക്കുന്നത്, വീട്ടിൽ പോയിരിക്കണ എന്ന് മീൻസ്. അതായത് ചേച്ചിയുടെ കെയറിങ് കൊണ്ടായിരിക്കും നമ്മളെല്ലാവരും ആ ചേച്ചിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തതാ. ഞാൻ പേളിച്ചേച്ചിയുടെ കൂടെയാണ്. പേളിച്ചേച്ചിയുടെ കെയറിങ്ങിൽ പേളിച്ചേച്ചി പറഞ്ഞതാ, മക്കളെ എന്തിനാടാ അടി പേടിക്കുന്നത്, വീട്ടിൽ പോയിരിക്കണ. പേളിച്ചേച്ചി 1949 മുമ്പ് ജനിച്ചിരുന്നെങ്കിൽ പേളിച്ചേച്ചി ഗാന്ധിജിയോട് വരെ പറയുമായിരുന്നു, എന്തിനാ ഈ ബ്രിട്ടീഷുകാരുടെ അടി മേടിക്കുന്നത്, വീട്ടിൽ പോയിരിക്കൂ ഗാന്ധിജി. അല്ലേ ചേച്ചി? ദാറ്റ് കെയറിങ് സൈഡ്. എന്റെ പൊന്നു ചേച്ചി, ഇവിടെ വീട്ടിലിരുന്ന് നമ്മൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പേളിമാണി ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റം വരും? ഇപ്പോ നമ്മുടെ പണ്ടത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെച്ചു, പുറത്തുപോയി. ഇങ്ങനെ വല്ലതും നടക്കുവോ? ബാക്കിയും കൂടെ വായിക്കാം. എവരി സ്റ്റുഡന്റ് ഈസ് സമ്മൺസ് ചൈൽഡ്, സമ്മൺസ് ഡ്രീം, സമ്മൺസ് എൻറ്റയർ വേൾഡ്. അങ്ങനെയുള്ള 13-ലേറെ കുട്ടികളാണ് പേളിച്ചേച്ചി നീറ്റ് എക്സാം ഇതാക്കിയതിന് പേരിൽ ആത്മഹത്യ ചെയ്തത്. അവർക്ക് വേണ്ടി ആരെങ്കിലും ചോദിക്കണ്ടായി? എല്ലാവരും വീട്ടിൽ കുത്തിപ്പിടിച്ചിരുന്നാൽ മതിയോ? പ്രൊട്ടസ്റ്റ് ചെയ്യണ്ടേ? പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവരെങ്കിലും ചെയ്യട്ടെ. ബാക്കിയുള്ളവർ പേളിമാണി ഷോയും കണ്ടോണ്ടിരുന്നോളൂ. ചേച്ചി അതോർത്ത് പേടിക്കണ്ട. പിന്നെ ബാക്കി, like so many others, I believe our student deserves an education system that is transparent, fair and give every child an equal opportunity to succeed. They deserve to be heard and they deserve to feel safe while expressing themselves peacefully. എങ്ങനെയായിരുന്നു പേളിച്ചേച്ചി മനസ്സിൽ കണ്ട ആ കിനാശി, അല്ല ആ പ്രൊട്ടസ്റ്റ്? എല്ലാവരും വീട്ടിലിരുന്ന് ഓരോ വ്ലോഗ് ഇട്ടായിരുന്നു. എല്ലാവരും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ടേക്ക് കെയർ, ബൈ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വ്ലോഗ് ഇട്ട് അങ്ങനെ ഇരുന്നാൽ മതിയായിരുന്നു. ഇത് വല്ലതും നടക്കുമായിരുന്നു? എങ്ങനെയാണ് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് മാറ്റം വരുത്തേണ്ടത്? ഐ തിങ്ക് ഇതിന് മാറ്റം വരുത്താൻ വേണ്ടി പേളിച്ചേച്ചിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. പേളിച്ചേച്ചി അടുത്ത എഡ്യൂക്കേഷൻ മിനിസ്റ്ററെ പേളിമാണി ഷോയിൽ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒരു ടോക്ക് ഷോ അങ്ങ് നടത്തും, അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് അങ്ങ് നടത്തും, അല്ലെങ്കിൽ ഇന്റർവ്യൂ അങ്ങ് നടത്തും. ഹൗ ടു ചേഞ്ച് ദ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞൊരു 4 ചോദ്യം ചോദിക്കും, 2 കുസൃതി ചോദ്യം കൂടെ അങ്ങ് ചോദിക്കും, പുള്ളി പറയും അതിന്റെ മറുപടി. അങ്ങനെയാണോ ചേച്ചി മാറുന്നത്? ഇവിടെ എല്ലാവരും മനുഷ്യന്മാരല്ലേ, മനുഷ്യന്മാർക്ക് തെറ്റുകൾ പറ്റും. ജസ്റ്റ് സേ സോറി ആൻഡ് മൂവ് ഓൺ എന്നാണല്ലോ. പക്ഷെ ചേച്ചിയുടെ സോറിയിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. ചേച്ചി എങ്ങനെയാ സോറി പറഞ്ഞത്? അടുത്ത പോസ്റ്റും കൂടെ നമുക്ക് നോക്കാം. അടുത്ത പോസ്റ്റിൽ ചേച്ചി എന്താണ് പറഞ്ഞത്? മൈ പോസ്റ്റ് ഷുഡ് ഹാവ് കം വിത്ത് ട്രിഗർ വാർണിംഗ്. നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടതുപോലെ നോ BJP ഷുഡ് വാച്ച്. അതിന്റെ കൂടുതൽ പേരും BJP-ക്കാരായിരുന്നു എനിക്ക് തോന്നുന്നു. അതായിരുന്നു അതിന്റെ ട്രിഗർ വാർണിംഗ്. I guess it has made a lot of people uncomfortable. Okay, it has triggered so many people that I want peace, safety and non-violence. അതായത് പുള്ളിക്കാരിക്ക് സമാധാനം വേണപ്പോ അത് കണ്ട് കുറെ പേർക്ക് കടി എന്നാണ് ചേച്ചി പറഞ്ഞത്. അത് കണ്ടിട്ട് കുറെ പേർ ട്രിഗറായി. എന്തിന്? സമാധാനത്തിന് വേണ്ടി ശ്രമിച്ചതിന്. എന്റെ ഗാന്ധിജി ആയിരുന്നു ആ പേടി ചേച്ചി. ഐ വണ്ടർ ഹൂ ദിസ് പീപ്പിൾ ആർ. ആരാണത്? ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ അടിച്ചു പോയവരായിരിക്കും ചേച്ചി. ഞാൻ അൺഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആദ്യം ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു. ഫോളോ ചെയ്തിട്ട് അൺഫോളോ ചെയ്യാൻ മാത്രം മണ്ടനല്ലാത്തത് കൊണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല. ചേച്ചി പറഞ്ഞ പോലെ ഞാൻ വീട്ടിൽ നിന്ന് സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. A failed filmmaker now writing a 10-page script about my 4-page post, adding chili powder and Ajinomoto to make it unhealthy as possible.
മൈ ഫേവറേറ്റ്. ആരാണ് ആ ഫിലിം മേക്കർ? ആരാണ് പേളിച്ചേച്ചിയുടെ 4 പേജിനെതിരെ 10 പേജ് എഴുതിയത്? വേറെ ആരുമല്ല, നമ്മുടെ പുള്ളി ഒരു ഫെയിൽഡ് ഫിലിം മേക്കർ ആണെന്നാണ് നമ്മളുടെ പേളിച്ചേച്ചി പറയുന്നത്. The succeeded one, the great പേളി മാണി, ഫെയിൽഡ് ഫിലിം മേക്കർ. പുള്ളിക്കാരുടെ പടമൊന്നും ചേച്ചി കാണാത്തതായി. ചേച്ചി ഹോളിവുഡ്, ബോളിവുഡ്, മോദിജീസ് വേൾഡിൽ മാത്രമേ കാണുകയുള്ളായിരിക്കും. മേ ബി അതുകൊണ്ടായിരിക്കും. ഇടയ്ക്കൊക്കെ ബോളിവുഡ് വിട്ട് മോളിവുഡിലോട്ടും വാ ചേച്ചി. പണ്ടൊക്കെ കുറെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് ഒന്ന് കണ്ടു നോക്ക്, എന്നിട്ട് പറ ഫെയിൽഡ് ഫിലിം മേക്കർ എന്നൊക്കെ ഒരാളെ. ചേച്ചി എന്റെ കുസൃതി ചോദ്യം ചോദിക്കട്ടെ. Some are asking sarcastically if my 2 kids are safe now, reminding me that they are girls. Well, I know they are girls. So, who blackmailing me to change my statement? ആരാണ് ചേച്ചിനെ ബ്ലാക്ക്മെയിൽ ചെയ്തത്? വീട്ടിലെ 2 കുട്ടികൾ സേഫ് അല്ലേ എന്ന് ചോദിച്ചു പോലും. മേ ബി സർക്കാസ്റ്റിക്കലി ചോദിച്ചതാണെങ്കിലോ. ചേച്ചി എല്ലാവരോടും സേഫ് ആയിട്ടിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ആൾക്കാർ കെയർ കൂടി വീട്ടിലെ പിള്ളേരെ സേഫ് ആക്കി വെക്കണമെന്ന് പറഞ്ഞതായിരിക്കും. ചേച്ചി അതിന് ഇത്ര ട്രിഗർ ആവില്ലേ? ചിലപ്പോൾ അവര് മെസ്സേജ് അയച്ച സമയത്ത് ട്രിഗർ വാണിങ്ങിന് മുമ്പിൽ ഇടണമായിരുന്നു. അവരും അതിട്ടില്ല. എന്തായാലും ബാക്കി മോശം രീതിയിലാണോ അത് ഉദ്ദേശിച്ചതെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. അതൊരിക്കലും ശരിയല്ല. അതൊരു ഡാഡ് ലെസ് ബിഹേവിയർ തന്നെയാണ്. യു ഹാവ് ടു ടച്ച് ദ മോം ഓഫ് ബിയർ ഫോർ ദാറ്റ്. യു ആർ മിസ്സിംഗ് വിത്ത് ദ റോങ് പേഴ്സൺ. പിള്ളേരെ തുടങ്ങണമെങ്കിൽ ആദ്യം അമ്മക്കരടീനെ തുടങ്ങുന്നതാണ്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ദിസ് ഈസ് പേളി മണി എന്നായിരിക്കും ചേച്ചി ഉദ്ദേശിച്ചത്. അടുത്തതെന്താ? You don't have to give me freedom of speech. I already have it and I will use it, not your usual puppet. Oh my god, but you are a government puppet. എന്നാണ് കുറെ പേര് പറഞ്ഞത്. ഞാനങ്ങനെ പറയുള്ളൂ. ഞാനങ്ങനെ എന്തിനു പറയണം? എല്ലാ കാര്യങ്ങളും ചോദ്യമായിട്ട് എടുക്കാതിരിക്കുക. People do care, ചേച്ചി. People do care. ചേച്ചി നല്ല ഫേമസ് ആയിട്ടുള്ളൊരു മനുഷ്യത്തിയല്ലേ? ചേച്ചിയുടെ വാക്കുകളിൽ നിന്ന് പിള്ളേരും ബാക്കി എല്ലാവരും they are listening. If they don't like it, they will respond. ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ ഫ്രീഡം ഓഫ് സ്പീച്ച് അവർക്ക് ഉണ്ടല്ലോ. അത്രയും വിചാരിച്ചാൽ മതി. അതിൻ്റെ അകത്ത് ഈ ട്രിഗർ വാണിങ്, എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, കരടിയാണ് ഞാൻ, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് സേ സോറി. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ലായിരുന്നു. അങ്ങനെ ആർക്കെങ്കിലും ഞാൻ പറഞ്ഞതിൽ നിന്ന് വിഷമമായിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയുന്നു. തീർന്നു. I love saffron and I love it most in the Indian flag എന്ന് പറഞ്ഞു. ഇത് എഴുതി ഞാൻ ഡിലീറ്റ് ചെയ്തു. പക്ഷേ ഡിലീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. എല്ലാവരും അപ്പോഴേക്ക് സ്ക്രീൻഷോട്ട് എടുത്തു. അത് അദ്ദേഹത്തിനുള്ളൊരു മറുപടിയായിരുന്നു. ഐ എം ഓൾസോ ഹ്യൂമൻ ജസ്റ്റ് ലൈക്ക് ഓൾ ഓഫ് യു. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. പോസ്റ്റ് സ്റ്റോറി ഇട്ട സമയത്ത് ഇദ്ദേഹം ഇത് വേറൊരു സ്റ്റോറി ഇട്ടിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ അച്ഛനെയാണ് ഞാൻ കുറ്റം പറയുന്നത്, അച്ഛനെയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇസ് ദ വൺ ആൻഡ് ഓൺലി സിബി മലയിൽ, ദ ഡയറക്ടർ, ദ ഐക്കോണിക്, ദ മോസ്റ്റ് ലവ്ഡ്, ദ മോസ്റ്റ് സെലിബ്രേറ്റഡ്. എനിക്കൊക്കെ ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് സിബി മലയിൽ സർ. ഞാൻ എന്നല്ല, നമ്മൾ മലയാളികൾ എല്ലാവരും വി ആർ ഓൾ ബിഗ് ഫാൻ ഓഫ് സിബി മലയിൽ സർ. ഈ ഒരു സാധനമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്തത്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യമാണ്. അത് മാറി, അങ്ങനെ മാറ്റി. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അത് ന്യൂസ് ചാനൽസ് അത് ഇങ്ങനെ എടുത്ത് എഴുതുകയാണ്. അത് ക്ലാരിഫൈ ചെയ്യാണ്ട്. ഞാൻ ഈ പോസ്റ്റ് ഇട്ടത് ഈ 10 പേജ് എന്നെക്കുറിച്ച് എഴുതിയ ഒരാൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സ്റ്റോറി ഇട്ടത്.